ഇരിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദഫേ ഈ പോസ്റ്റർ ബബ്ബബ്ബ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ പങ്കുവെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടനുടെ കടുത്ത വിമർശനവുമായിട്ട് എത്തിയ വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി അന്നൊരു കാരണവശാലും പോസ്റ്റർ പങ്കുവെക്കാൻ പാടില്ലായിരുന്നു, അത് മഹാനായ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി എന്താ പറയുന്നത്, ഏതെങ്കിലും നിലപാടുണ്ടോ എന്നുള്ളത് കുറച്ച് നാളായി ഭാഗ്യലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി തീരുമാനിച്ചതാണ്. ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനല്ല എന്ന് തീരുമാനിച്ചു. ഇനി മേൽക്കോടതിയിൽ കുറ്റക്കാരനാണെന്ന് പറയുന്നിടം വരെ കുറ്റക്കാരനല്ല എന്ന് നമ്മൾ നിയമത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മാധ്യമങ്ങൾ തീരുമാനിച്ചു, രാഷ്ട്രീയക്കാരൊക്കെ തീരുമാനിച്ചു ഒരാളെ കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കണമെന്നില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യവും അറിയില്ല. പക്ഷേ ലാലേട്ടൻ ആ പോസ്റ്റർ പങ്കുവെച്ച്, ലാലേട്ടൻ കാശ് വാങ്ങി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ബബ്ബബ്ബ എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. അതിൻ്റെ നിർമ്മാതാക്കളാണ് വിളിക്കുന്നത്. അപ്പം ലാലേട്ടന് പറ്റിയ റോളാണ്, ലാലേട്ടൻ അഭിനയിക്കുന്നു. ലാലേട്ടൻ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പോസ്റ്റർ അതിൻ്റെ നിർമ്മാതാക്കൾ പങ്കുവെക്കുന്നു. അത് ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഏതായാലും ഭാഗ്യലക്ഷ്മി ലാലേട്ടനെ പറ്റി പറഞ്ഞ വാചകങ്ങൾ അത് പെട്ടെന്ന് വൈറലായി. ഏതായാലും മോഹൻലാലിനെ പറഞ്ഞാണല്ലോ മിക്കവാറും എല്ലാവരും ഇത്തിരി വാർത്താ പ്രാധാന്യം നേടുന്നത്. അത് സിനിമാ മേഖലയിലുള്ളതാണ്. ലാലേട്ടൻ പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുക എന്ന് പറയുന്നത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ മാധ്യമങ്ങളെല്ലാം പെട്ടെന്ന് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് ലാലേട്ടനെ പിടിച്ച് ഇതിനകത്ത് ഇട്ടു എന്ന് കൊള്ള. ഏതായാലും ഭാഗ്യലക്ഷ്മി പറഞ്ഞതൊന്ന് കേൾക്കാം. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ലാലേട്ടൻ ആ പോസ്റ്റർ പങ്കുവെച്ചത് ഭാഗ്യലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായി പോയി അല്ലേ, കഷ്ടം. അപ്പം ഭാഗ്യലക്ഷ്മി ചെയ്തത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഏതായാലും ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ ഈ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമാണ് ഭാഗ്യലക്ഷ്മിയുടെ പെട്ടെന്ന് നിറമാറ്റം ഉണ്ടായത്. അതിനു മുമ്പ് ഭാഗ്യലക്ഷ്മി എങ്ങും തൊടാതെ നിൽക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് നമുക്കറിയണമെങ്കിൽ ദിലീപ് ഈ വിഷയത്തിൻ്റെ പേര് ജയിലിൽ പോകുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു ഭാഗ്യലക്ഷ്മിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അന്ന് ഭാഗ്യലക്ഷ്മി ദിലീപിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിലാണ് ഭാഗ്യലക്ഷ്മി വേറെ രീതിയിൽ സംസാരിക്കുന്നത്. ആ ഇൻ്റർവ്യൂ വൈറലാണ്, നമുക്കതൊന്ന് കേട്ടു. ശത്രുതയും ഒക്കെ ഞാനും കേട്ടിരുന്നു അന്ന്. ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എൻ്റെ ആ പടം കട്ട് ചെയ്തു, എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന. സ്വാഭാവികമായിട്ടിപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യം, അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു ക്രൂരതയിലേക്ക് പോകും എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്താണ് പറയുന്നത്, ഇത് കുറ്റക്കാരൻ ആരാണ്, ഇത് കൃത്യമായിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ അറിയാവുള്ളൂ അല്ലേ. ആര് പറയുന്ന ശരി, ആര് പറയുന്ന ഇതിനകത്ത് ദിലീപുണ്ടോ എന്നുള്ളത് ദിലീപിനും അറിയാം, ഈ വ്യക്തികൾക്കും അറിയാം, പൾസർ സുനിയെ പോലുള്ള വ്യക്തികൾക്കും അറിയാം അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്നുള്ളത്. ബാക്കി ആർക്കും അറിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് അന്വേഷണത്തിൻ്റെ പേരിൽ നടത്തുന്നു. നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം കോടതി വിധിക്കുന്നു, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. അപ്പം നമ്മളത് വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ മോഹൻലാലിനെ ഇപ്പം പോസ്റ്റർ ബബ്ബബ്ബ എന്ന സിനിമയുടെ
താൻ അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നിലപാടെടുക്കുന്ന ഭാഗ്യലക്ഷ്മി ദിലീപ് ജയിലിൽ കിടക്കുമ്പോൾ, ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് 2 മാസത്തിന് ശേഷം ഇറങ്ങിയ ചിത്രമാണ് രാംലീല എന്ന് പറയുന്ന ചിത്രം. ആ രാംലീലയിൽ ദിലീപിൻ്റെ അമ്മവേഷം ചെയ്ത തമിഴ് നടിയായ രാധികയ്ക്ക് ശബ്ദം കൊടുത്തത് ഈ ഭാഗ്യലക്ഷ്മിയാണ് എന്നുള്ളതാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് കാശൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ രാംലീലയ്ക്കെതിരെ ഭാഗ്യലക്ഷ്മി സംസാരിച്ചു. അതാണ് ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ പടമെന്ന് പറയുന്ന അനേകം പേരുടെ ജീവിത പ്രശ്നമാണ്. അപ്പം ബാക്കി എല്ലാവരും ഒരാളോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും അങ്ങ് ശിക്ഷിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പം ബബ്ബബ്ബ എന്ന സിനിമ ദിലീപ് അതിനകത്തുള്ളത് കൊണ്ട് ബാക്കി എല്ലാവരും ആ പടം പൊട്ടട്ടെ, അതിന് ഡിഗ്രേഡ് കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് എത്രയോ ആൾക്കാർ അതിനകത്ത് അഭിനയിക്കുന്നു. അവരാരും ഈ കേസിലൊന്നും പെടാത്തതാണ്. പുതിയ സംവിധായകൻ്റെ ചിത്രം, ഒരു പ്രമുഖമായ നടി ആണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പടവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം അങ്ങ് തകർത്തേക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ നമുക്ക് അത് കോടതി കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ വീണ്ടും വീണ്ടും വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാഗ്യലക്ഷ്മി തന്നെ രാംലീലയ്ക്കകത്ത് അഭിനയിച്ചിട്ട് രാംലീലയുടെ ഡബ്ബിങ് പങ്കെടുത്തിട്ട് അതിൻ്റെ കാശും വാങ്ങി ആ രാംലീലയ്ക്കെതിരെ സംസാരിച്ച കാര്യം നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാർ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിൻ്റെ അകത്ത് ഡബ് ചെയ്തതിന് ശേഷം ഭാഗ്യലക്ഷ്മി എന്നാണ് അതിൻ്റെ അകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സത്യം പറഞ്ഞാലേ കണ്ടോ, നിലപാടുകൾ 3 വിഷയം, ഒരേ വിഷയം തന്നെ 3 നിലപാടാണ് എടുത്തേക്കുന്നത് ഭാഗ്യലക്ഷ്മി. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്തൊന്നും ഭാഗ്യലക്ഷ്മി ഇത്ര ആക്റ്റീവല്ലായിരുന്നു. ഇപ്പം എന്തൊക്കെയോ ദിലീപിനെ എങ്ങനെയും പൂട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ് നമുക്ക് കാണുന്നത്. ചിലരെയൊക്കെ വലിയുന്നത് നമ്മൾ കണ്ടു. ഭാഗ്യലക്ഷ്മി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയെ ഇപ്പം ആരും ഡബ്ബിങ്ങിന് വേണ്ടി വിളിക്കുന്നില്ല. ഒരുപക്ഷെ രാംലീല എന്ന സിനിമയിൽ ഡബ്ബ് ചെയ്തതിന് ശേഷം ആ സിനിമയ്ക്കെതിരെ സംസാരിച്ച് കഴിയുമ്പോൾ നിർമ്മാതാക്കൾ നാളെ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിലും ഇവളിങ്ങനെ തന്നെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം ഒരുപക്ഷെ ഇനിയും വിളിക്കാതിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടായിരിക്കാം ഇപ്പം. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നും പറയും. അതിനാണല്ലോ മോഹൻലാലിനെ കൂട്ടുപിടിച്ചിരിക്കുക. മോഹൻലാലിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ ഏറ്റെടുക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം ഭാഗ്യലക്ഷ്മിക്ക്. അല്ലെങ്കിൽ മോഹൻലാലിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനകത്ത് എവിടുന്നെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ തലയിലേക്ക് കൊണ്ടുവെക്കുക എന്നുള്ളത് ഇവരുടെ ഒരു കുറച്ച് ആൾക്കാരുടെ ശീലമാണ്. അത് ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പം അതും മോഹൻലാലിൻ്റെ പേര് ആരും പരാമർശിക്കുന്നില്ല. എന്നിട്ട് പോലും ഇപ്പം മോഹൻലാലിൻ്റെ പേര് പറയും എന്ന് കുറച്ച് നാൾ വെള്ളം തിളപ്പിച്ച് നിന്നവരാണ് ഇവർ. അവസാനം മോഹൻലാലിൻ്റെ പേര് ആരും പറഞ്ഞില്ല, അത് തന്നെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെ അതാണ് ഈ പ്രശ്നം. സിനിമാ മേഖലയിൽ എന്ത് പ്രശ്നം നടന്നാലും അത് അവസാനം മോഹൻലാലിൻ്റെ തലയിൽ കൊണ്ടുപോയി. ഇപ്പം എനിക്ക് തോന്നുന്നു അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ സമയത്ത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് മോഹൻലാൽ മിണ്ടിയില്ല, കോടതിക്കെതിരെ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ ചന്ദ്രകാഫ് വിളക്കുന്നത്. അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവരെല്ലാം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാലിലൂടെ പബ്ലിസിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഭാഗ്യലക്ഷ്മിയും ചെയ്തേക്കുന്ന കാര്യം. ഏതായാലും ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഭാഗ്യലക്ഷ്മിയുടെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ എന്നാൽ തന്നെ ഭാഗ്യലക്ഷ്മിയുടെ ഈ നിലപാടുകളുടെ രാജകുമാരി എന്ന് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റൂലേ. പല നിലപാടുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഭാഗ്യലക്ഷ്മി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പോഴും ഭാഗ്യലക്ഷ്മിയുടെ ഡബ്ബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമല്ലേ. ഡബ്ബിങ് ഒരു കലയാണ്. അത് വളരെ മനോഹരമായി ചെയ്യുന്ന കലാകാരി. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളുണ്ടല്ലോ, ഭാഗ്യലക്ഷ്മിയെ വിമർശിക്കാതിരിക്കാനും പറ്റത്തില്ല. ഇതൊക്കെ കാണു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വിമർശിക്കാതിരിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻ്റായിട്ടിടുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഒക്കെ ബൈ.